ഫാദർ അഗസ്റ്റിൻ വെട്ടോളി, ഇന്നലെ ഈ ബംഗാളി നടിയുമായി ഞാനും ഫോണിൽ സംസാരിച്ചതാണ്. അവർ എല്ലാ കാര്യങ്ങളും വളരെ വെട്ടിത്തുറന്ന് പറയാൻ അവർ തയ്യാറാകുന്നു. പക്ഷെ അവരുടെ വാക്കുകളിൽ അവർ അന്ന് അനുഭവിച്ച വേദനയും ആ സംഭവത്തിലുള്ള നിരാശയും ഒക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. അവസാനം ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ സംവിധായകൻ ഇതെല്ലാം, രഞ്ജിത്ത് ഇതെല്ലാം നിഷേധിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഇത് സമ്മതിക്കുമോ, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സമ്മതിക്കുമോ എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. പിന്നീട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിയമപരമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടം? എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല, സാമ്പത്തികമായിട്ടൊന്നും അതിനുള്ള സാഹചര്യങ്ങളില്ല, എനിക്ക് അങ്ങനെ ഒരു പിന്തുണ ആരിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഈ സംഭവത്തെക്കുറിച്ച് അറിയുമ്പോൾ അങ്ങയിലുണ്ടായ ഇത്തരം പല സംഭവങ്ങളെക്കുറിച്ചും അങ്ങ് ഇടപെട്ടിട്ടുള്ളതും അറിയാവുന്നതുമാണ്. പക്ഷേ ഇങ്ങനെ സിനിമാ മേഖലയിൽ നമ്മളെല്ലാം വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു സംവിധായകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ അന്ന് അങ്ങേക്ക് അനുഭവപ്പെട്ടത് എന്തായിരുന്നു? ഞാനും വളരെ ഷോക്ക്ഡായിപ്പോയി. കാരണം രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായ സിനിമകൾ സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ വ്യക്തിയിൽ നിന്ന് കേട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഷോക്ക്ഡായി. അതോടൊപ്പം തന്നെ ഭയങ്കര രോഷമുണ്ടാവുകയും ചെയ്തു. കാരണം അവർ വളരെ ഉയർന്നൊരു നടിയാണ്. എത്രയോ കാലമായി അവർ സിനിമയിൽ അഭിനയിക്കുന്നു. അവർ വളരെ പേരുകേട്ട ഒരു പ്രശസ്തയായ ഒരു വ്യക്തിയാണ്. അവർ പല പ്രോജക്റ്റുകൾ മാറ്റിവെച്ചിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത്. അത് ജോഷി ചേട്ടനെ ഇടപെട്ടിട്ടാണ് അവർ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമാത്രമല്ല, അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി വന്ന ആ സ്ത്രീയോടാണ് കേരളത്തിൽ വെച്ച് ഇത്തരത്തിലൊരു അനുഭവം അവർക്കുണ്ടാവുന്നത്. ഈ അനുഭവം കേട്ട് അവർ വളരെ മെലങ്കോളിക്കായി എന്നാണ് ജോഷി ചേട്ടൻ എന്നോട് പറഞ്ഞത്. മാത്രമല്ല, അവരന്ന് രാത്രി മുഴുവൻ പേടിച്ച് വിറച്ച് അവരുടെ മുറിയിലിരിക്കുന്നു. അപ്പോൾ ഇത്രയും വിശദാംശങ്ങൾ ഇന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടപ്പോഴാണ് നമ്മൾ വളരെ അപമാനിതമായി പോയത്. കാരണം രാത്രി മുഴുവൻ ഇനി അടുത്തൊരാൾ എൻ്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുമോ, ഇനി മറ്റൊരു സെക്കൻഡ് താക്കോൽ ഉപയോഗിച്ച് അവരെൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമോ എന്നൊക്കെ പേടിച്ച് അവരുടെ സോഫ ആ വാതിലിൻ്റെ മുന്നിലിട്ടിട്ടാണ് അവർ കിടന്നത്. രാത്രി മുഴുവൻ അവർ ഉറങ്ങിയില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം കാലത്ത് ജോഷി ചേട്ടൻ അവരുടെ മുറിയിലെത്തി അവരെ തിരിച്ചു കൊണ്ടുവന്ന് ജോഷി ചേട്ടൻ വീട്ടിലെത്തിയപ്പോഴാണ് അല്പം സമാധാനമായിട്ട് അവർ കുറച്ച് നേരം കിടന്നുറങ്ങിയത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട്, ജോഷി ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു പത്രസമ്മേളനം നടത്തുന്നത് ലോകം അറിയണം. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതെല്ലാം മൂടി വെക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും മൂടി വെക്കപ്പെടരുത്. മൂടി വെച്ചാൽ വീണ്ടും മറ്റുള്ളവർക്ക് അത് ചെയ്യാനുള്ള പ്രചോദനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ നൽകണം. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാലോ, ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം തുറന്നു പറയണമെങ്കിൽ ഒരുപാട് ആലോചന അവർ നടത്തണം. ഇപ്പോൾ പോലും നമുക്കറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്രയേറെ പരാമർശങ്ങൾ വന്നിരിക്കുന്നു. പക്ഷേ അവരൊന്നും അതൊരു ലീഗലി ആ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും, ഇപ്പോൾ നേരത്തെ ഉഷ ഹസീന പ്രതികരിച്ചതും ഇത്തരം കാര്യങ്ങളിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ ആളുകൾ തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു സാഹചര്യം അത് ആളുകളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. എന്ത് വന്നാലും അവസാനം സ്ത്രീകളുടെ തലയിലിരിക്കും എന്നൊരു ഭയം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ സംഭവം നടന്ന എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഫാദർ, അവിടെ ഒരു കാര്യമൊന്നും ആലോചിക്കണം. ഇപ്പോൾ 2018 നമ്മുടെ കന്യാസ്ത്രീ സമരം നടക്കുന്നത്. കന്യാസ്ത്രീ സമരം കഴിഞ്ഞതിന് ശേഷം ആ സിസ്റ്റേഴ്സ് അവർ അനുഭവിച്ചതിൻ്റെ വേദന, ആ സന്ദർഭത്തിൽ ആ ഇരയാക്കപ്പെട്ട സ്ത്രീ ആ സംഭവം നടക്കുന്ന സമയത്തിനേക്കാളും എത്രയോ ഇരട്ടി വേദനയാണ് അതിന് ശേഷം അനുഭവിച്ചത്. അവരിന്ന് ഒറ്റപ്പെട്ട് ആ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ അവർ നോക്കിയിരിക്കുന്നു. അവർക്ക് ജീവിക്കാനുള്ള പൈസ. അപ്പോൾ ഈ കേരള സമൂഹം ഇപ്പോഴും സ്ത്രീകളുടെ ലൈംഗിക അതിക്രമത്തിന് വിധേയമായ സ്ത്രീകളുടെ ഈ അനുഭവങ്ങൾ അത് ഏറ്റെടുക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും ഇന്ന് കേരള സമൂഹം തയ്യാറായി. ഒരുപക്ഷെ രണ്ട് തരത്തിൽ കാണണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് തന്നെ കേരള സമൂഹത്തിൻ്റെ ഒരു വളർച്ചയായിട്ട് നമ്മൾ കാണണം. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ എണ്ണി അക്കമിട്ട് ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ്റിലുണ്ടോ? കേരള സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിന്, കേരള ഗവൺമെൻറ്റിന് അത് ഉണ്ടാക്കണമെങ്കിൽ പൊതുസമൂഹം അത് ഏറ്റെടുക്കണം. പൊതുസമൂഹം പഠിക്കണം. ഇതൊരു മൂവ്മെൻ്റായിട്ട് വരണം. കാരണം കേരളത്തിൽ അതിക്രമത്തിന് വിധേയമാകുന്ന ഏത് സ്ത്രീക്കും തുറന്ന് സംസാരിക്കാനും തുറന്ന് പറയാനും ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. ഇപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറയും. ഇപ്പോൾ ഹാർവേ സ്റ്റെയിൻസിനെതിരെ ലൂസിയ ഈവൻസ് എന്ന് പറയുന്നൊരു സ്ത്രീയാണ് 30 വർഷത്തോളം എടുത്തു അവർ തുറന്നു പറയാം. ഹോളിവുഡിൽ ഒന്ന് ഓർക്കണം, ഫെമിനിസത്തിൻ്റെ കീറ്റില്ലമായ യൂറോപ്പിൽ ഹോളിവുഡിൽ 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ത്രീ തുറന്നു പറഞ്ഞു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ
ഈ തുറന്നു പറച്ചിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേ അറ്റത്തു നിന്നാണ് അത് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ കേരളത്തിൽ അതിൻ്റെ അനുരണനം ഉണ്ടാകാതിരിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തുറന്നു പറച്ചിലിനൊരു സാഹചര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷം അതിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും ശ്രീലേഖ മിത്രയ്ക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ നമ്മുടെ പുരുഷന്മാരടക്കമുള്ള മനുഷ്യർ ഇങ്ങനെ തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് ഇപ്പം WCC ഒക്കെ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിലെ സ്ഥാപകാംഗം ഒരാളെന്നോട് പറഞ്ഞത് അവർ കഴിഞ്ഞ കുറച്ച് 4-5 വർഷമായിട്ട് അതിഭീകരമായിട്ടുള്ള വളരെ ട്രൗമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോയത്. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. കേരളത്തിൻ്റെ അതിഭീകരമായ ഭൗതിക സാംസ്കാരിക പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം നന്നായിട്ട് പഠിക്കുകയും ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടൊരു നിലപാട് കേരളത്തിലെ പൊതുസമൂഹം എടുക്കുകയും ചെയ്താൽ അത് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ ഇപ്പോൾ കന്യാസ്ത്രീമാരുടെ കാര്യം വരും. 30ഓളം കന്യാസ്ത്രീകളാണ് ഒരു കിണറ്റിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഒരുപാട് മറ്റു മേഖലകളിലും ഇതുപോലെ സ്ത്രീകൾ അവഗണനയും ചൂഷണം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം പുറത്തേക്ക് വരാനും അതിക്രമത്തിന് വിധേയം ഏത് സ്ത്രീയാണ്, അത് കന്യാസ്ത്രീ ആണെങ്കിലും വക്കീലാണെങ്കിലും ഡോക്ടറാണെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം, ഒരു സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുത്താൻ ഈ തുറന്നു പറച്ചില്ലേ ഈ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന നടിയുടെ തുറന്നു പറഞ്ഞു ഇത്രയും ബോൾഡായിട്ട് അവർ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളതാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. അല്ല ഫാദർ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഫാദർ ശ്രദ്ധിച്ചാണ്. അതിൽ ചിലരെങ്കിലും പറയുന്നത് ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഇത് വളരെ തിരുത്തൽ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും, ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ്. അപ്പോഴൊക്കെ അവർ മിണ്ടാതിരിക്കുന്ന ഈ കഴിഞ്ഞുപോയ അത്രയും ക്രൂരതകൾ അല്ലെങ്കിൽ ഇതിന് അടിമപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വന്ന പലരുടെയും അവർ അനുഭവിച്ച ആ പെയിന് അതിനൊരു ലീഗലി നമ്മൾ കൊടുക്കേണ്ട അല്ലേ, അവരനുഭവിച്ച ആ വേദനയോട് ലീഗലി നമ്മൾ കൊടുക്കേണ്ട ഒരു ഐക്യദാർഢ്യവും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഇല്ലേ, അതൊക്കെ മാറ്റിവെക്കുകയാണ്. പകരം ഇതൊരു തിരുത്തൽ റിപ്പോർട്ടാണ്, ഇനി ഇങ്ങനെ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നാണ് പലരും പറഞ്ഞത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിക്കും ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രമാണ്, മഞ്ഞുമലയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ അനക്കങ്ങളാണ് ഇപ്പോൾ ഈ ശ്രീലേഖ മിത്രയിലൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇനി എന്തുമാത്രം സംഭവങ്ങൾ പുറത്തു വരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു പക്ഷേ കേരള സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി എത്രമാത്രമുണ്ട് എന്ന് പരീക്ഷിക്കപ്പെടുന്നൊരു കാലമാണിത്. കാരണം ഇനി ഇവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഏതെല്ലാം മേഖല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കന്യാസ്ത്രീ വിഷയത്തോട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ തന്നെയാണ് പറഞ്ഞത്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകളിൽ ഒരു 60% സ്ത്രീകൾക്ക് വളരെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മീഡിയ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ വിവിധ മേഖലകളിൽ അതിപ്പോൾ കന്യാസ്ത്രീമാണെങ്കിലും മീഡിയ ആണെങ്കിലും കോടതിയാണെങ്കിലും ഇനി മറ്റു ഉദ്യോഗസ്ഥ രംഗങ്ങളിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം കൊടിയതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കിയതെങ്കിലും ഇതിൻ്റെ അനുരണനം, ഇതിൻ്റെ തുടർച്ചയായി മറ്റെല്ലാ മേഖലകളിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോൾ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനാണ്, കത്തോലിക്ക സഭയിലെ എത്രയോ കന്യാസ്ത്രീകൾ കിണറ്റിൽ മരിച്ചു കിടക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തു. എന്താണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് ഇവർ കിണറ്റിൽ മരിച്ചു കിടക്കുന്നത്? ഇതൊന്നും ഈ കേരള സമൂഹം ചർച്ച ചെയ്തിട്ടില്ല. ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത, ഇതൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് അവർ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പില്ല. ഇപ്പം ബിഷപ്പ് പ്രസംഗം ചെയ്യുമ്പോൾ ബിഷപ്പിന് ഉറപ്പായിരുന്നു ബിഷപ്പ് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ളത്. രഞ്ജിത്ത് അത് ചെയ്യുന്ന സമയത്ത് രഞ്ജിത്തിന് ഉറപ്പായിരുന്നു ഒരു മാടമ്പി ഒരു സംസ്കാരമാണ് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നത്, അപ്പോൾ എന്നെ ചോദ്യം ചെയ്യപ്പെടില്ല, ഞാൻ ഒരിക്കലും എനിക്കെതിരെ ആരും തിരിയില്ല, ഒരു സ്ത്രീയും സംസാരിക്കില്ല എന്ന ഉറപ്പുകളാണ്. അപ്പോൾ ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുകയാണ്, ആ ഉറപ്പുകൾ തകർക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രതീക്ഷ എനിക്ക് നൽകുന്നുണ്ട്. കാരണം ഈ ഉറപ്പുകൾ, ഈ മാടമ്പി തരത്തിൻ്റെ ഉറപ്പുകൾ ലംഘിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യണം. അതിന് ഒരു നാന്ദിയായി നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണാവുന്നതാണ്. ശരിയാണ് ഫാദർ പറഞ്ഞ പോലെ ഇതൊരു മഞ്ഞുമലയുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനി എന്തൊക്കെ പുറത്തു വരാനുണ്ട്, എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ, ആരൊക്കെ അതിന് സന്നദ്ധരാകുമെന്നൊക്കെ ഓരോ ദിവസങ്ങളും നമ്മൾ തീർച്ചയായും പല വെളിപ്പെടുത്തലുകളും പ്രതീക്ഷിക്കണം. എന്തായാലും തിരുത്തൽ വേണം. ഒപ്പം തന്നെ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം. അതിന് പരാതിയുമായി അവർ രംഗത്ത് വരിക എന്നത് വളരെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് അവരുടെ മനസ്സും എല്ലാം അവർക്ക് സാഹചര്യങ്ങളൊക്കെ അതിന് അനുകൂലമായി അവർക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് നിർബന്ധിതമായ ഒരാളെ പരാതിപ്പെടുത്താനോ അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരാനോ കഴിയില്ല. അവർ ബോധ്യപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ പരാതിയുമായി വരികയാണെങ്കിൽ വലിയൊരു തിരുത്തൽ. ഫാദർ എന്തെങ്കിലും പറയാനുണ്ടോ?
അത് അതെ 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 ഇപ്പം ഞാൻ പാർവതി തിരുവോത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ത്രീകൾ അവർ പുറത്ത് പറയാതിരിക്കുന്നതിനെ പറ്റി അവർക്ക് അതിന് അത്ഭുതപ്പെടുന്നില്ല. ഏതോ ഒരു നടി, ഇതിൻ്റെ സ്ഥാപക നടി, അവർ തിരിച്ചു പറഞ്ഞു മറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനത് ഉത്കണ്ഠാകുലയല്ല. കാരണം അവരങ്ങനെ പറയുന്നതിൻ്റെ, അവരങ്ങനെ നിലപാടെടുക്കുന്നതിൽ ഒരുപാട് കാരണം അത് ഈ സമൂഹം തന്നെയാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ കന്യാസ്ത്രീ കേസിൽ എനിക്കറിയാം, കന്യാസ്ത്രീ കേസ് നടക്കുന്ന സമയത്ത് ഇവരോട് പുറത്തു വരണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് ഒരിക്കൽ കന്യാസ്ത്രീ പറയാണ്, എനിക്കൊരു പത്രസമ്മേളനം നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു പത്രസമ്മേളനം നടത്തണം, പത്രസമ്മേളനത്തിൽ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ അവർ പറയാണ് 13,000 പ്രാവശ്യം ഒരു സ്ത്രീ അതിക്രമത്തിന് വിധേയമായാലും പുറത്തേക്ക് വരാൻ പാടില്ല, നിയമത്തിന് മുമ്പിലേക്ക് പോകാൻ പാടില്ല. ആ അനുഭവം അവരുടെ ഉള്ളിലിരിക്കട്ടെ, അതിനുശേഷമുള്ള അനുഭവങ്ങൾ അത് വിവരണതീതമാണ് എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഭീകരമാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ. ശരിയാണ് ഫാദർ. അത് ആ ഒരു സാഹചര്യങ്ങളൊക്കെ മറികടന്ന് വേണം, ഈ ഒരു പൊരുതാൻ ഉറച്ചു വേണം സ്ത്രീകളും ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്. അത് ഉണ്ടാകും, തക്കതായ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.